ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് പെസഹ വ്യാഴം ഈശോയുടെ അവസാനത്തെ അത്താഴത്തിൻ്റെ ഓർമ്മയാചരണം ആചരിക്കുന്നതാണ്. അപ്പവും പാലും മുറിച്ച് നമ്മൾ അപ്പോൾ ഇന്ന് മാത്രം ഉണ്ടാക്കുന്ന ഒരു അപ്പവും പാലുമാണിത്. നമ്മൾ ഒരു കുരിശ് വെച്ചിട്ട് ആണ് അപ്പത്തിൻ്റെ മുകളിൽ കുരിശപ്പം ഉണ്ടാക്കുന്നതെന്ന് പറയും. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പമാണത്. അപ്പോൾ പുളിക്കാതെ ഉണ്ടാക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനൊരു 1.5 കിലോ അരി, നിങ്ങൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് ബാക്കി സാധനങ്ങൾ ചേർത്താൽ മതി കേട്ടോ. ഞാൻ 1.5 കിലോ അരി പൊടിച്ച് ഇന്നലെ എനിക്ക് ഡ്യൂട്ടി ആയിരുന്നതുകൊണ്ട് ഇന്നലെ ഞാൻ പൊടിച്ചത് ഒരു പേപ്പറിൽ നിരത്തി വെച്ചായിരുന്നു. അപ്പോൾ അത് കേടൊന്നും കൂടാതെ നന്നായിട്ട് തന്നെ ഇരുന്നായിരുന്നു. അപ്പോൾ അങ്ങനെ 1.5 കിലോ അരി പൊടിച്ചെടുത്തതാണത്. പിന്നെ ഒരു കോക്കനട്ടിൻ്റെ ഒരു കോക്കനട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര കപ്പ് ഉഴുന്ന് ഞാനിങ്ങനെ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ ഒരു 1/2 കിലോ ചുമന്നുള്ളി, 1/4 കിലോ ചുമന്നുള്ളി ഉണ്ട്. അത് ഇതുപോലെ ഞാൻ വട്ടം അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഉഴുന്നിനെ ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം. ഒരു പാൻ അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങേനെ നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ട് വേവിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കരിയാതെ നല്ല ചുമന്ന കളറാകുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. തേങ്ങ എല്ലാം വെന്ത് വന്നപ്പോൾ ഇതെല്ലാം ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നമ്മുടെ ഉള്ളി വറുത്തെടുക്കാം. നമുക്ക് നമ്മുടെ ഉള്ളി ഇട്ട് വറുത്തെടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ചെറിയ തീയിൽ നല്ലപോലെ ബ്രൗൺ കളറാകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് മൂക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചുമന്നുള്ളി തന്നെ എടുക്കണം കേട്ടോ. ഇതിന് സവോള എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ചുമന്നുള്ളി തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ചുമന്നുള്ളി എടുക്കണം. പിന്നെ പലരും പല സ്ഥലങ്ങളിൽ പലതരത്തിലുണ്ടാക്കും കേട്ടോ ഈ അപ്പം. ഞാനാണെങ്കിൽ ചുട്ടെടുക്കുന്ന അപ്പമാണ് ഉണ്ടാക്കുന്നത്. ചിലരാണെങ്കിൽ ഇത് പുഴുങ്ങിയെടുക്കുന്ന അപ്പത്തിന് ഇൻട്രിയപ്പം എന്നാണ് പറയുന്നത്. ഞങ്ങളിതിനെ കൽത്തപ്പം എന്ന് പറയും. നമ്മളിതിനെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ ഒരു ഉരുളിയിലോട്ട് ചെറുതായിട്ട് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ മാവ് കോരി ഒഴിച്ചിട്ട് അതിൻ്റെ മേളിൽ വേറൊരു ഉരുളി വെച്ചിട്ട് അതിലോട്ട് കനൽ കോരിയിട്ട് അങ്ങനെ താഴ്വശവും മേൽവശവും ഒരേപോലെ വേവിച്ചാണ് എടുക്കുന്നത്. അപ്പം നമുക്കിവിടെ അതിനൊന്നും സൗകര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു പാനിലോട്ട് നമ്മൾ അടികട്ടിയുള്ളൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ കോരി ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഉള്ളി ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനതിലോട്ട് നമ്മുടെ ജീരകം ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. ജീരകം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മാവ് റെഡിയാക്കാം കേട്ടോ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇവിടെ അരിപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ വറുത്തത് ഇവിടെ റെഡിയാണ്. പിന്നെ നമ്മുടെ ചുമന്നുള്ളിയാണ് കേട്ടോ. ചുമന്നുള്ളി വറുത്തതും ജീരകവും കൂടെ വറുത്തത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നമ്മുടെ പൊടിയിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചില്ലായിരുന്നോ, നേരത്തെ അരച്ചു വെച്ച ഉഴുന്ന്, നമുക്ക് ഉഴുന്നിനെയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ. ഞാൻ കുഴച്ചിട്ട് അതിൻ്റെ പരിവ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. വെള്ളം കൂടി പോവാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് കുഴയ്ക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത അരി ആയതുകൊണ്ട് കുതിർന്ന് വരുമ്പോൾ കുറച്ചൊന്ന് വെള്ളം ഇതിൽ വലിയും. അപ്പോൾ നമുക്ക് വേണ്ടതിനേക്കാളും കുറച്ചുകൂടെ എക്സ്ട്രാ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മുടെ മാവിന് ഇവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാവും. ഇതുപോലെ ഇങ്ങനെ വിട്ട് പോകുന്ന പരുവത്തിലായിരിക്കണം കേട്ടോ.
കണ്ടല്ലോ, ഈ ഒരു പരുവത്തിനായിരിക്കണം. ഇനി നമുക്കിതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ നേരമെങ്കിലും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേനും ഇതിൽ തീരെ വെള്ളം കുറഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ച പൊടിയാണല്ലോ, അപ്പോൾ അതിൻ്റെ തരിയെല്ലാം കൂടെ ഒന്ന് കുതിർന്ന് കുറച്ചുകൂടെ ഒന്ന് കുഴഞ്ഞ് മറ്റേ ടൈറ്റായെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മളൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് ഇത് കുറച്ച് നമ്മൾ ഉള്ളി വറുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ഓയിലാണത്. ആ ഓയിലോട്ട് തന്നെ നമുക്ക്, അപ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഓയിലോട്ട് തന്നെ നമ്മുടെ മാവ് ഇപ്പം നമ്മൾ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു സ്പൂണായിട്ട് കോരി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തീ നല്ലപോലെ കുറച്ച് വെക്കാൻ മറക്കരുത് കേട്ടോ. ഇത് കണ്ടല്ലോ, ഇത് എങ്ങനെ വീഴുന്നതെന്ന്, ഇങ്ങനെ മുറിഞ്ഞ് 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 കണ്ട, അങ്ങനെയാണിത് വീഴുന്നത്. നമുക്ക് കുറച്ചിട്ടിട്ട് ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ നിരത്തി കൊടുക്കാം. നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ നമുക്കിങ്ങനെ വെന്ത് കിട്ടുള്ളൂ. അപ്പം തീ നല്ലപോലെ കുറച്ച് വെക്കുക. അപ്പം ഞാനിത് ആദ്യത്തെ അപ്പം തന്നെ ഞാൻ കുരിശപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഓശാനയ്ക്ക് കിട്ടിയ ഓലയുണ്ടല്ലോ, പഴയ ഓല കിട്ടിയതിരുന്നതാണ് ഇത്. ഞാൻ ഇതിൻ്റെ ഇതിലോട്ടൊന്നിങ്ങനെ താത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചെറിയ തീയിലിട്ടിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അതൊന്ന് ഒരു സൈഡ് ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദേ നമ്മുടെ അപ്പത്തിൻ്റെ ഒരു വശം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. കണ്ടല്ലോ, ഞാനിത് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യം കൂടെ ഒന്ന് വേവട്ടെ. ചെറിയ തീയിൽ വെച്ച് നമുക്കൊന്നും കൂടെ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു തുള്ളിക്ക് എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ അതിലോട്ടേ. നമ്മുടെ ഓയിൽ ഒഴിച്ചു കൊടുത്തായിരുന്നു. ഇപ്പോൾ തീരെ ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ വേറൊരു പാത്രത്തിലും കൂടെ ഇവിടെ വെച്ചായിരുന്നു. അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ ഞാൻ കുരിശിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ദേ രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവിനെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ പെസഹാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ദേ ഒരു കുരിശുള്ള അപ്പവും കുരിശില്ലാത്ത അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ബാക്കി അപ്പം ഞാൻ ഉണ്ടാക്കാൻ വെച്ചിട്ടേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും പെസഹ വ്യാഴത്തിൻ്റെ ആശംസകൾ. അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.